പിള്ളേടികളെ നമ്മളെന്ത് വെച്ചാൽ രാവിലെ നമ്മുടെ ഹെൽനോസ് പാട്ടോട് വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് സംഭവിച്ചു ജാസിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളെല്ലാം എന്താ വെച്ചാൽ കില്ലയുടെ പിന്നെ നമ്മുടെ ക്യാമറ പൊസിഷൻ ഇതാണ്. എന്താ വെച്ചാൽ നമ്മുടെ ട്രൈപോഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ട്രൈപോഡ് നമ്മുടെ സ്റ്റുഡിയോ ആയതുകൊണ്ടാണ് ക്യാമറ പൊസിഷൻ ഇങ്ങനെ ഇരിക്കുന്നത്. സോ ക്ഷമിക്കുക എല്ലാവരും. അപ്പം എന്താ വെച്ചാൽ മാക്സിമം എന്താ വെച്ചാൽ നമ്മൾ എത്രയൊക്കെ ആംഗിൾ കിട്ടുമെന്ന് വിചാരിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഹെൽനോസ് പാട്ടോട് ബാക്കി സംഭവങ്ങളാണ്. എന്താ വെച്ചാൽ ബാക്കി നമ്മുടെ ആ ഒരു ജാസിയുടെ ഓൾഡ് വേർഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് താട്ടിയും മീശയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവനായിരുന്ന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ ഹെൽനോസ് പാട്ട് പറഞ്ഞു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഹെൽനോസ് പാട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അത് ഹെൽനോസ് പാട്ടയുടെ വീഡിയോ ഒരു 31 മിനിറ്റ് വീഡിയോ ആണ്. അപ്പോൾ സോ നമ്മളത് ഒരു പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ചെയ്തിരിക്കുന്നത്. എന്താ വെച്ചാൽ അതിൻ്റെ റിയാക്ഷൻ ഫുള്ള് തങ്കഞ്ചാട്ടൻ്റെ ഈ ചുരുളി എഫക്റ്റ് ആണ് ഇല്ലാട്ടത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് തെറി കാര്യങ്ങളൊക്കെയാണ് ഹെൽനോസ് പാട്ട്. ഞാൻ പറഞ്ഞു പണ്ട് എന്താ വെച്ചാൽ ഹെൽനോസ് പാട്ടിനെ കുറിച്ച് നമുക്ക് അറിയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാലത്ത് പണ്ടേ സീനാണ് മോനെ. എന്താ വെച്ചാൽ ടിക്ടോക്കിലൊക്കെ ഇപ്പോൾ ആരെങ്കിലും ലൈവിൽ പോയി തെറി പറഞ്ഞ് അവനെ ചെറിയ വട്ട കൊടുത്ത് വലിയ വട്ട വാങ്ങിയ സിറ്റുവേഷനിലാണ് ഹെൽനോസ് പാട്ട് അന്നേ നടന്നത്. സോ ആ ലെവലിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യും. ഒരു 5-6 മിനിറ്റ് ഉള്ളിലായിട്ടുള്ള അതുകൂടി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാൻ ഞാൻ റിയാക്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് പ്ലേ ദ വീഡിയോ. അപ്പൊ ജാസിയുടെ മുമ്പത്തെ കുറച്ച് സാധനങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, എന്തുകൊണ്ട് ജാസി മറ്റൊരു പെൺവേഷത്തിൽ ഇരിക്കാത്ത എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ആയിരിക്കും തോന്നുന്നു. അവിടെയാണ് ആളുകൾക്ക് സംശയങ്ങൾ വീണ്ടും ജാസിയിലേക്ക് വരുന്നത്. അത്ര ഡ്രസ്സിംഗ് രീതിയിലേക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അത് ബുദ്ധിമുട്ടാവുന്നു നോക്കിയിട്ടാണ്. അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ സ്ത്രീയായി നടക്കുമ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നില്ലേ. ഇതാകുമ്പോൾ നമുക്ക് ഏത് കാലത്ത് എവിടെ ഇറങ്ങി നടക്കാമല്ലോ. ഇപ്പം എൻ്റെ താടിയെ ഞാൻ ഒരു കവചം പോലെ വെച്ചിരിക്കുകയാണ്. ഈ താടി എനിക്ക് പുറത്ത് കഴിഞ്ഞ് എന്തൊക്കെ കേൾക്കേണ്ടി വരും, നാട്ടിൽ എങ്ങനെ നടക്കാൻ പറ്റും. താടി പിന്നെ അങ്ങനെ ആരും അങ്ങനെ കാരണം നിൽക്കില്ലല്ലോ. ആരാ മീനല്ല അല്ലെങ്കിൽ ആ കുണ്ടരക്കണക്കെ ഉണ്ടാകുമ്പോ കാറിന് നിന്ന ടീംസ് ആരാ അത്? മറ്റേ ഇപ്പൊ ഇതൊന്നും വേണ്ട, പിന്നെ രക്ഷാകവചം ഒന്നും വേണ്ടല്ലോ അല്ലേ? രക്ഷാകവചം ഒന്നും വേണ്ട. ഇപ്പൊ താടി കളഞ്ഞൊരു സിലിക്കോൺ വെച്ച്. മുമ്പ് താടിയായിരുന്നു രക്ഷാകവചം കുണ്ടന്റത്. ഇപ്പൊ കുണ്ടന്റെ രക്ഷാകവചം സിലിക്കോൺ വെച്ച് കെട്ടിയ സിലിക്കോൺ ആണ് ഇപ്പൊ രക്ഷാകവചം. ഓക്കെ, അയ്യോ എന്റെ പൊന്നേ. പിന്നെയുണ്ട് വലിയ കോമഡി ഉണ്ട്. വെയിറ്റ്, ഡൗൺലോഡ് ആയിട്ട് അത് കണ്ടാരോ? ഏതൊരു 17 സെക്കൻഡ് ബാക്കിയുണ്ട് പ്ലേ ആവാൻ. ഞാൻ പ്ലേ ആക്കാം. ടോപ്പാണിത്. ഉമ്മ പറഞ്ഞ എനിക്ക് 36 വയസ്സായതാണ്. എനിക്ക് 34, എനിക്ക് 31 വയസ്സാണ്. ഞാൻ 1995 ജനിച്ചതാണ്. എന്റെ കൂടെ പഠിച്ച കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് മനസ്സിലാവും ഞാൻ എത്ര വയസ്സിൽ ജനിച്ചാണ്. ഒരു പറ്റി ഞാൻ ഐഡി കാർഡ് തന്നിട്ടുണ്ട്. ഇത് എന്റെ ലൈസൻസിന്റെ ഇതാണ് കേട്ടോ. എന്റെ ലൈസൻസ് ആണ്. ഇതിലിതാ കാണുന്നുണ്ടോ? 19/1/1993. ഇതാ ജാസിൽ PV. ഇതിന്റെ ലൈസൻസ് കാർഡാണ്. മനസ്സിലായ എന്റെ വയസ്സ് എത്രയാന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു പറഞ്ഞിട്ട് എവിടെയും ജയിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ എന്റെ പ്രൂഫ് 1993 അതെങ്ങനെയത്? എന്തൊക്കെ തരം മാജിക് അല്ലേ എടുത്തത്? വേറെ ഉണ്ട്, എല്ലാം ഞാൻ തരാം. കുറച്ച് സാധനം പ്ലേ ആവുന്നില്ല കേട്ടാ ഈ സംഭവം. വിത്ത് പ്രൂഫാണ് ഇടല്ല, എല്ലാത്തിനും വിത്ത് പ്രൂഫാണ് നമ്മുടെ ഹെൽനോസ് പാട്ട് നിരത്തുന്നത്. കാണാം, ഇതിന് കാണാം. 10 മിനിറ്റല്ലേ ഉള്ളൂ. അല്ല 10 മിനിറ്റ്, 5-6 മിനിറ്റ് ഉള്ളൂ. ഗർഭത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ സ്ത്രീത്വത്തെ അപമാനിക്കാന്നൊക്കെ കൊണ്ട് ഞാൻ ചെയ്തത് എന്റെ റീൽസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതില് മറ്റുള്ള സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വിഷമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ സോറി പറയാണ്. പക്ഷെ അത് ഒരു റീൽസ് ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി, അല്ലെങ്കിൽ അതൊരു ചെറിയൊരു തമാശ രീതിയിൽ കണ്ടാൽ മതി. അതെങ്ങനെയത്? ഗർഭിണിയാവുന്നതിനെ നീ കളിയാക്കി നമ്മൾ തമാശയായിട്ട് കാണണം. സൗകര്യം ഇല്ലടാ. തമാശയായിട്ട് കാണാൻ സൗകര്യമില്ല. കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല കാര്യം, വളരെ നല്ല കാര്യം അത്. മനസ്സിലായില്ലേ? പ്രസവിച്ചവർക്കും ആ പ്രസവ വേദന അനുഭവിച്ചവർക്കും സ്ത്രീയായിട്ട് ജീവിക്കുന്നവർക്കും അറിയാതെ അതിന്റെ ഇത്. ഇവനുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു നേരത്തെ പ്ലേ ആവാത്ത 17 സെക്കൻഡ് ഇവന് ആ വീഡിയോന്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഇതല്ല നേരത്തെ പ്ലേ ആവാത്തൊരു 17 സെക്കൻഡ് ഉണ്ടല്ലോ, ഏതോ ഒന്നും പ്ലേ ആയിട്ടില്ല. ഇവന്റെ യൂട്യൂബ് ചാനലിലിട്ട വീഡിയോന്റെ അകത്ത് ഇവൻ പറയുന്നുണ്ട്, പിന്നെ ഇവന് സർജറി ചെയ്ത വേദന ഒന്നും മാറിയിട്ടില്ല, ഈ കൈ ഇതിന്റെ അപ്പുറം അങ്ങോട്ട് പൊങ്ങുന്നില്ല എന്നുള്ളതേ. ഇന്നത്തെ ഇട്ട വീഡിയോ ആണ് ഏത് യൂട്യൂബില്. ഇനിയിപ്പം ഈ കള്ളച്ചെറ്റ വന്നിരുന്ന് പറയും ഞാനത് 10 ദിവസം മുന്നേ എടുത്തു വെച്ചതാണ്, ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതാണെന്നൊക്കെ വന്നിരുന്ന് പറയും. ഓൺലൈൻ വീഡിയോസിലും കൂടെ കിടക്കുന്നുണ്ട് സെയിം ഡ്രസ് ഇട്ട വീഡിയോ. ഇപ്പൊ ഡ്രസ്സ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കൈ
ഇതിന്റെ അപ്പുറത്ത് പൊന്താത്ത അണ്ടിത്താത്തന്റെ ഡാൻസ് നമുക്ക് എന്തായാലും ഒന്ന് അടിപൊളിയായിട്ട് ഒന്ന് കാണാം. ഓക്കെ, ഡാൻസ് അടിപൊളിയാണ്, ഡാൻസ് അടിപൊളിയാണ്, വേറെ കാണാം. ഡാൻസ് നമുക്ക് എന്തായാലും ഒന്ന് അടിപൊളിയായിട്ട് ഒന്ന് കാണാം. എന്തൊക്കെയാ ഇല്ലടൽ പറയുന്നത്? ഇപ്പൊ എങ്ങനെ പൊങ്ങിയേ? ഇപ്പൊ കൈ എങ്ങനെ പൊങ്ങിയപ്പോ? നിങ്ങളില്ലേ, നിങ്ങളൊന്ന് ഏതൊന്ന് തീരുമാനിക്കുന്നു. നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയാസിന് ഇത് കൊടുക്കുന്നതിനൊന്നും പിന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒന്നെങ്കിലും ഉള്ള കാര്യം പറയും നിങ്ങൾ. ഞാൻ പിന്നൊന്ന് ഇവരെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോയിൽ പറഞ്ഞ വേറൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഞാൻ ആ കുട്ടീന്റെ കയ്യില് ഞാൻ ആ പൈതല് പിന്നെ വീഡിയോ റെക്കോർഡ് ഉണ്ട്. ഞാൻ വീഡിയോ റെക്കോർഡൊന്നും ചെയ്തിട്ടില്ല, അത്രക്ക് ചെറ്റയൊന്നും അല്ല. ഞാൻ ഓഡിയോ ആണ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഉറപ്പായിരുന്നു അത് സിക്സ് സെൻസ് ആണ് അല്ലെങ്കിൽ മറ്റന്നാണ് മനസ്സിലാണോ എന്ന് പറഞ്ഞോണ്ട് വരണ്ട. അല്ല, എനിക്കപ്പോ വെറുതെ തോന്നിയതാണോ റെക്കോർഡ് ചെയ്തിടാം എന്നുള്ളത്. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം, വാട്സ്ആപ്പ് കോൾ റെക്കോർഡ് ചെയ്യാൻ എനിക്കും അറിയില്ല. എനിക്ക് ഒരു ആൻഡ്രോയിഡും ഒരു അല്ലാത്ത ഫോണുള്ളത്, വീഡിയോ എടുക്കുന്ന ഒരു ഫോൺ ഉള്ളത് കൊണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചു. വീഡിയോ കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. ഇനി അതൊന്നും ആരും അങ്ങനെ ചിന്തിക്കും വേണ്ട, അത്രയ്ക്ക് ചെറ്റയല്ല ഞാൻ. ഓക്കെ, അതൊക്കെ എന്റെ കയ്യിൽ വളരെ കൃത്യമായിട്ടുണ്ട്. അങ്ങനെയൊന്നും ദയവ് ചെയ്ത് പറഞ്ഞു നടക്കരുത്. നിങ്ങള് ഓൺലൈൻ മീഡിയാസിൽ പോയി കുരക്കുന്നത് എന്റെ വിഷയമല്ല. ദയവ് ചെയ്തിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രം പറയാം. ഓക്കെ, വീണ്ടും ഞാൻ പറയുന്നു, ഇവർ ഈ പറയുന്ന നിങ്ങൾ നെയ്റ്റി ഇട്ടിട്ട് 2 ബട്ടൺ തുറന്ന് കാണിച്ചതാണെങ്കിലും ഇനി ഊരി കാണിച്ചതാണെന്നുണ്ടെങ്കിലും നിങ്ങളത് വലിയ മഹത്വമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ ഗോൾഡ് മെഡൽ നേടിയെന്നാണോ നീ വിചാരിച്ചു വെച്ചിട്ടുള്ളത്? ജാസിക്കുണ്ടറിനോടാണ് ഞാൻ ആണ്. പിന്നൊന്ന് ഈ തന്തയില്ലാത്ത ചെറ്റ പട്ടി നാറി ചേറ്റ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇവൻ എന്നോട് പറഞ്ഞു പോലും, പിന്നെ മോളെ ഞാൻ സർജറി കഴിഞ്ഞു, മോക്ക സർജറി കാണുന്നു. ഞാൻ എന്നാ കാണിച്ചോന്ന് പറഞ്ഞു. നിന്നോട് ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? നീ എന്നോട് എപ്പോഴാണ് ചോദിച്ചത് മോക്ക് കാണണോ? അപ്പൊ ഞാൻ നിന്നോട് കാണണം എന്ന് പറഞ്ഞോ? ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. എനിക്ക് ഒറ്റ തന്തയുള്ളൂ, കെ രാജേഷ്. ഞാൻ ഒരിക്കലും നിങ്ങളോട് എന്നാ എനിക്ക് വിശ്വാസമില്ല, നിങ്ങൾ സർജറി ചെയ്തത് ഡൗൺ ആണോ പിന്നെ ബ്രസ്റ്റ് ആണോ എന്ന് എനിക്ക് സർജറി ചെയ്ത് എനിക്ക് അറിയില്ല, എനിക്കൊന്ന് കാണണം ഞാൻ പറയില്ല ഒരിക്കലും. ഈ മോതിരി തോന്നിയ എന്നെ കുറിച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടല്ലോ, നിങ്ങൾ ഈ കാണുന്ന ഓൺലൈൻ മീഡിയാസിലുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലാത്തവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അല്ല പിന്നെ ഞാൻ ഇങ്ങനെ എന്റെ മോണിറ്റൈസേഷൻ കാസ് പണം ദുഡ് മണി. ഞാൻ പറഞ്ഞ എന്നെ വിശ്വസിക്കുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇവരെന്നോട് ഞാൻ കാണിക്കട്ടെ എന്ന് ചോദിച്ചു കാണിച്ചതൊന്നുമല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, എന്റെ അടുത്ത് അങ്ങനത്തെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. വീഡിയോ ഓണാക്ക് മോളെ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. പിന്നെ ദാ ഇത് കാണൂ എന്നുള്ളത്. അല്ലാണ്ട് എന്നോട് ഞാൻ സർജറി കഴിഞ്ഞു മോളിതൊന്ന് അങ്ങനെയൊന്നുമല്ല സംഭവം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100% ഞാൻ പറഞ്ഞു എനിക്കത് കാണുമൊന്നും വേണ്ട, എന്നെ നിങ്ങളത് ബോധിപ്പിക്കും വേണ്ട എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. നിങ്ങള് എന്നിട്ടും അവർ പറഞ്ഞു, എന്റെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ സുഖം ആയതിനു ശേഷം നിങ്ങൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. അങ്ങനെ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർക്ക് ഉത്തരം കൊടുത്താൽ മതി. എങ്ങനെ ഞാൻ ഇന്ന സർജറിയാണ്, ഇന്ന സ്ഥലത്താണ് കഴിഞ്ഞത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എത്രയോ ചിലപ്പോൾ ഈ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവാം. പിന്നെ ബ്രസ്റ്റ് സർജറിയും ഡൗൺ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. എവിടെ നിന്നാണ് എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരും മിണ്ടാണ്ടിരിക്കും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അതൊരു ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് ഞാൻ എന്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഈ ചേട്ടനോട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് വന്നിരുന്ന് പറയുന്നത്, ആ കുട്ടീനോട് ഞാൻ ചോദിച്ചു മോക്ക് കാണണോ, അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കാണണം എന്ന്. എന്റെ ഭഗവാനെ, നിങ്ങൾ ഞാൻ പറയട്ടെ, പടച്ച റബ്ബിനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതാണ് ഇല്ല ലേശം നമുക്കൊരു ക്ലാരിറ്റി കിട്ടി. എന്താ വെച്ചാൽ നമ്മുടെ പഴയകാലത്ത് ഞാൻ പറഞ്ഞു, പഴയകാലത്ത് ജാസി എത്തിച്ച് താടി മുടിയൊക്കെ ആയിട്ട് വന്നൊരു സെറ്റപ്പിൽ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തു. പിന്നെ എന്താ വെച്ചാൽ തുണിപൊക്കി കാണിച്ച സംഭവം നമ്മളത് കഴിഞ്ഞ പാർട്ടിൽ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ട് കുറച്ചൊക്കെ പറഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചാൽ തുണിപൊക്കി കാണിച്ച സംഭവത്തിന്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ അങ്ങനെയാണ് തുണിപൊക്കി കാണിച്ചതാണോ, ഇനിയിപ്പോൾ മറ്റേ ഹെലനോസ് പാട്ട് പറഞ്ഞിട്ടാണോ എന്നൊക്കെ സംഭവം. അപ്പോൾ നമ്മുടെ ഹെലൻ പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പരിപാടി നിൽക്കുന്ന സമയത്ത് വീഡിയോ കോൾ ഓണാക്ക് മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാസിയും കൂടി പറയുകയാണ് ഹെലനോസ് പാട്ടോട്. വീഡിയോ കോൾ ഓണാക്ക് മോളെ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കോൾ ഓണാക്കുമ്പോഴാണ് ഇടല എടുത്ത് പൊക്കി കാണിച്ചെന്ന് പറയുന്നത്.
എന്നിട്ട് കൂടി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നൈറ്റ് ഇങ്ങനെ അല്ലെങ്കിൽ 2 ബട്ടൺസ് അയച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയൊക്കെയോ പറയുന്നത് വാട്ട് എവർ ഇറ്റ് ഈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുണി നോക്കി കാണിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽഡ് സംഭവമാണ് നമുക്കിപ്പോൾ ഈ നമ്മുടെ ഈ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ സെക്കൻഡ് പാർട്ടിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ 30 മിനിറ്റ് വീഡിയോ ആണ്. അതിൽ നമ്മൾ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് നമ്മൾ റിയാക്ട് ചെയ്യുകയാണ് ഇടാറ്. എന്ന് വെച്ചാൽ നമ്മുടെ ഓഡിയൻസ് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ലൈവായിട്ടാണ്. ഇപ്പോൾ ലൈവായിട്ട് തന്നെ നമ്മൾ വന്നിട്ട് നിങ്ങളുടെ മുമ്പ് തന്നെ വീഡിയോസ് കാണുന്നതും റിയാക്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ ആ ഫ്രഷ്നസ് നമുക്ക് കിട്ടും കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് സംഭവം, അന്നത്തെ തുണി പോക്കി കാണിച്ച സംഭവങ്ങളൊക്കെ. പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സർജറി, ഈ നമുക്കിപ്പോൾ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ എങ്ങനെ ആവാൻ വെച്ച് കഴിഞ്ഞാൽ സർജറി കാര്യങ്ങളൊക്കെ അതൊക്കെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ. അപ്പോൾ പിന്നെന്താ എടുത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഡൗൺ സർജറി, മറ്റേ ബ്രസ്റ്റ് സർജറി എന്നൊക്കെ കൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഡൗൺ സർജറി എന്നൊക്കെ കൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മുടെ ഹെലൻ പറയുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്. വെച്ചാൽ ആദ്യം നിനക്ക് കുറച്ച് പൈസ കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ നീ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോകുന്ന പണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെന്തൊക്കെ ആവട്ടെ ഇല്ലല്ലോ. ഇതാണ് ഇപ്പോൾ പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫസ്റ്റ് പാർട്ടി പറഞ്ഞ പോലെ തന്നെ എന്താ വെച്ചാൽ കുടുംബശ്രീ പോലെ നമ്മൾ സോഷ്യൽ മീഡിയ കുടുംബശ്രീ പോലെ ഇവരാക്കിയിട്ട് എന്താ വെച്ചാൽ അത് അങ്ങനെ ചെയ്തു, ഇത് ഇങ്ങനെ ചെയ്തു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രശ്നങ്ങളായിട്ട് ഇനി വരും. വേണമെങ്കിൽ നോക്കിയുള്ളത് ഇതിൻ്റെ റിയാക്ടിങ് വീഡിയോ അവിടെ വരും. അവിടെ കുറച്ച് ഓൺലൈൻ മീഡിയാസ് പോകും, എന്നിട്ട് അവരുടെ വീഡിയോസ് എടുത്ത് ബൈറ്റ് എടുത്ത് പോസ്റ്റ് ചെയ്യും, എന്നിട്ട് അത് റിയാക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹെലനോസ് പാട്ട് വരും. അങ്ങനെ അത് പോയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായത് ട്രെൻഡാണെങ്കിലും ആ ട്രെൻഡ് മാറിക്കഴിഞ്ഞാൽ ഇത് നിൽക്കും, അതുവരെ നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യുന്നതിലുള്ള ഈ ബാക്കിയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് അപ്പോൾ അതുവരെ കാത്തിരിക്കാം.